എനക്കൊരു വാക്കും ഒരു നാക്കും ഒരു പണിയേ ഉള്ളൂ, ഒരു വിശ്വാസമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും കേസ് വന്നല്ലോ, ആ കേസിന്റെ അനന്തര ഫലങ്ങൾ നോക്കി നമുക്ക് ബാക്കി പറയാം. ഈ ഘട്ടത്തിൽ പോലും രാഹുലിന്റെ ഭാഗത്ത് തെറ്റുപറ്റി അല്ലെങ്കിൽ തെറ്റുപറ്റി അത് ശരിയാണ് അല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പം ചെയ്ത് ശരിയാന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, ശരിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടുകൊണ്ട് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതിനേക്കാളൊക്കെ എത്രയോ ആളുകൾ ഇതുപോലെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അങ്ങനത്തെ ഒരു സംസ്ഥാനത്ത് രാഹുലിൻ്റെ തെറ്റ് ചെയ്തത് തെറ്റാണ്, മഹാതെറ്റാണ്. അതിൽ തർക്കമൊന്നുമില്ല. ഫോൺ വിളിച്ച് ഞാൻ പറയേണ്ടതുപോലെ ചൂടായി പറഞ്ഞിട്ടുണ്ട്. അത് രാഹുലിനോടുള്ള വ്യക്തിപരമായ താല്പര്യമല്ല, പക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഹനിക്കുന്നതിന് മുമ്പ് അതിന്റെ മുൻ എന്ന് ആലോചിക്കുന്നത് നല്ലത്. ഗുരുതരമായ ആരോപണം നേരിട്ട ഒരു മനുഷ്യൻ, ഇത്ര ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമല്ലേ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ആളിനെ കെ സുധാകരനെ പോലുള്ള ഒരു ഇത്ര മുതിർന്നൊരു നേതാവ് ഒരു രാഷ്ട്രീയ അഭയം നൽകുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ അഭയം നിന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അയാൾക്കെതിരെയുള്ള നടപടി നടന്നോട്ടെ, ആ നടപടിക്ക് അദ്ദേഹം എന്തെങ്കിലും ശിക്ഷ അർഹതയുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങിക്കോട്ടെ, അതിൽ തർക്കമൊന്നുമില്ല. നമ്മളായിട്ട് ജനവിധി എഴുതണ്ട. ഉണ്ണിത്താൻ പറഞ്ഞതേ ഓരോ സമയത്ത് ഓരോന്ന് പറയുന്ന ഉണ്ണിത്താനിന്റെ മറുപടി പറയാനൊന്നും ഞാനില്ല. വായിക്ക് തോന്നിയത് കൊതക്ക് പാട്ട് എന്ന് പറയുന്ന ഉണ്ണിത്താനോട് ആ മറുപടിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല. മനസ്സിലായില്ലേ? വണ്ടി വരുന്നു. ഉണ്ണിത്താൻ പറയുന്ന വേറെ കാര്യമുണ്ട്. അന്വേഷണം നടത്താൻ സുധാകരൻ ആരാന്നോ ചോദിച്ചത്. അത് ഉണ്ണിത്താനോട് എന്ന് ചോദിച്ചാൽ മതി ആരാന്ന്. കേസ് ഇതിനകത്ത് ഇത്രയും വലിയ ആരോപണം താങ്കൾ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് മാറ്റിയതിനെ കുറിച്ചൊക്കെ ഉണ്ണിത്താൻ പറയുന്നുണ്ട്. അതെ, ഉണ്ണിത്താനായിട്ട് സംസാരിച്ചിട്ടാണ് തീരുമാനം എടുത്തത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടിട്ടാണ്. അല്ല, ഇങ്ങനെ കേസ് ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് മാറ്റിയതെന്നാണ് ഓരോ സമയത്ത് ഓരോന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതെല്ലാം ചരിത്രത്തിൽ റെക്കോർഡാ കേരളത്തിൽ, അറിയാലോ. അത്രേ പറയുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.